ഇന്ന് രണ്ടിലൊന്നും തീരുമാനിച്ചിട്ടേ ഉള്ളേ. ഒരു പെണ്ണിന്റെ കരച്ചിൽ നിന്ന് നിങ്ങൾ കാണേണ്ടി വരും. അത് പിന്നെ എനിക്കത് കേൾക്കുമ്പോഴേ ചെകുത്തുകൾ വരും. മറ്റവളെയാണ് ഒഴിവാക്കേണ്ടത്, അവളാണ് വിഷം. മറ്റവള അതിന്റെ ഇടയ്ക്ക് കൂടെ ഗോൾ അടിക്കണം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. എനിക്ക് അവളെ ഒട്ടും ഇഷ്ടപ്പെടില്ല. TVS സാബു ബ്രഹ്മചാരി കീരി. ഓക്കെ, പേരിൽ അതിട്ടൊരു സാധാരണ പെണ്ണുപിടിയന്മാർക്കെല്ലാം ഒരു പെണ്ണുപോലും കിട്ടാതിരിക്കുന്ന സീസണിൽ ഇടുന്ന പേരാണ് ഈ ബ്രഹ്മചാരി എന്നും സിഗ്മ എന്നും ആൽഫ എന്നും ബീറ്റ എന്നും ഒക്കെ ഇടുന്നത്. മനസ്സിലായ? ബ്രഹ്മചാരി എന്ന് അത് മലയാളത്തിലാക്കി. ഇതിനകത്ത് ആരാണ് ആദ്യം എന്നെ വിളിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് മെസ്ബോയി നിനക്കൊരു മുട്ടായി മേടിച്ചു തരാട്ടാ. വലുതെന്തേലും ഓഫർ ചെയ്തിരുന്ന പുഴുത്തേനെ കേട്ടോ. നീ ബ്രഹ്മചാരി അല്ലടാ, നിനക്ക് എന്തിനാ മുട്ടായി? ഇല്ല, ഇത് അങ്ങനത്തെ മുട്ടായി അല്ല, ഇത് വേറെ മുട്ടായിയാ. ഹലോ, ഇവിടെ വിഷമം പറയുന്നത് അന്ന് വന്നേ പിന്നെ അണ്ണനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു മിനിറ്റ് ഗോഡ് മെസ്സേജ്, ഒരു സെക്കൻഡ്. 10 സെക്കൻഡ് നമുക്ക് സമയമുള്ളൂ. ജോക്കിയുടെ നമ്പർ എത്തി. ഹലോ, Hey God. Oh, what's up, man? എന്തുണ്ട് വിശേഷം? Where are you, brother? നമ്മൾ ഒരു മലയിടിക്കലും ഞാനും പരിവാസി സാശാനും അപ്പാപ്പനും പിന്നെ വേറെ ഏതോ ഒരുത്തനുമായിട്ട് വണ്ടി ഓടിച്ച് മറിഞ്ഞ് വീണ അപ്പാപ്പൻ ചാത്ത് പോയി. Wow, nice, so cool, yeah. What are you doing, man? ഞാൻ ലൊക്കേഷൻ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം. അതിന് മുമ്പ് എനിക്ക് ഒരാളെ ജസ്റ്റ് മീറ്റ് ചെയ്തിട്ട് വന്നാൽ മതി. ജോക്കി ആരെ മീറ്റ് ചെയ്യുന്നത്? ഞാൻ അറിയാതെ. ഷോക്കി, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മെഷീനറീസ് എലി കരണ്ടു ഇലക്ട്രീഷ്യനെ കൊണ്ടുപോകണം. അവനൊരു $500 അവനെ ഏൽപ്പിക്കണം. അങ്ങോട്ട് വരണം. അത്രേ ഉള്ളൂ. Okay, how much minutes you will take? How many minutes? Maximum 10 minutes. Oh, okay, Vasu. Okay. I'll once you're done, ask me for the location. Okay, I'll share. Okay. Yeah, sure. Sure, man. Okay, bye. ഞാനേ 2-3 ദിവസമായിട്ട് ഇവരുടെ കൂടെ നടന്നിട്ട് ഞാൻ തന്നെ എനിക്ക് വയസ്സായതുപോലെ തോന്നുന്നു. അത് നോർമലി പ്രായമായി എന്നാലും. ഹലോ, പറയടാ, നീ എന്താ പറഞ്ഞേ? വിഷമം പറയായിരുന്നു. ഇപ്പൊ അണ്ണനോട് സ്നേഹമൊന്നുമില്ല, അണ്ണന് അന്ന് വന്നതിന് ശേഷം മൈൻഡൊന്നുമില്ല എന്നൊക്കെ പറയുന്ന. ഞാനൊരു കാര്യം പറയട്ടെ. ഇവൾ എന്തിന്റെ ആവശ്യത്തിനാണ് ജോക്കിയുടെ മറ്റേ PA ഒക്കെ ആവാൻ നടന്നത്? അതല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേ. ഞാൻ വന്ന് രണ്ടൊക്കെ പറഞ്ഞാലും ഇവിടെ നീ എവിടെ നിൽക്കണം? മുതുക്കിന്ന് അവളെ പൊക്കിയെടുത്തിട്ടെ മുതുക്കിന്റെ ലെഫ്റ്റിലോട്ടുള്ള ബീച്ചിന്റെ അങ്ങേ അറ്റം ഇല്ലേ, പാലത്തിന്റെ അവിടെ. അവിടെ ഇന്ന് രണ്ടിലൊന്നും തീരുമാനിച്ചിട്ടേ ഉള്ളേ. ഒരു പെണ്ണിന്റെ കരച്ചിൽ നിന്ന് നിങ്ങൾ കാണേണ്ടി വരും. ആ ശാപം ഒന്നും പറഞ്ഞ എന്നെ ആരും പേടിപ്പിക്കണ്ട. നമ്മൾ ഒരുപാട് പെണ്ണുകൾ കണ്ണീരൊക്കെ കണ്ടിട്ടുള്ളതാണ്. മനസ്സിലായ? ഇന്ന് ഞാൻ രണ്ടിലൊന്നും ഞാൻ തീരുമാനിച്ചിട്ടേ ഉള്ളൂ. എടാ, സിറ്റിയിൽ പുതിയ കൊച്ചു വന്നു, നിരുപമ. നീ എന്താ വിചാരിച്ചത് പരിന്തോസിനെ പറ്റി? സിറ്റിയിലെ എല്ലാ പെൺപിള്ളേരുടെ പുറകിൽ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരുത്തനാണെന്നാണ് നീ വിചാരിച്ചത് പരിന്തോസിനെ പറ്റി? സിറ്റിയിൽ പുതിയ പെണ്ണോ? എനിക്കെന്ത് വേണം അതിന്? എനിക്കെന്താ വേണ്ടേ? അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് പോയാൽ മെറ്റേന്ന് വിളിക്കൂലേ? എവിടെങ്കിലും കാണുമ്പോ സംസാരിക്കാം. സിറ്റിക്ക് നമ്മൾ എവിടെ വെച്ച് കാണാം, എന്നാലും സംസാരിക്കാം. ഇങ്ങനെയൊക്കെ ചെന്നാൽ മെറ്റേന്ന് വിളിച്ച് കളിയാക്കും നമ്മളെ. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോണ പാർട്ട് ടൈം ആയിട്ട്. ഇനി ഈ സിറ്റിയിൽ പെണ്ണ് കിട്ടണമെങ്കിലല്ലോ നമുക്ക് ഒരു കുറച്ച് പെണ്ണുങ്ങളെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇനി ഇവിടുത്തെ അപ്പാപ്പനോട് പറഞ്ഞിട്ട് പാർട്ട് ടൈം ആയിട്ട് ഒരു അഡ്മിൻ ആവണം. എന്നിട്ട് ഈ പുതിയ ആൾക്കാർ എയർപോർട്ടിൽ വന്നിറങ്ങൂലേ, അവിടെ രാവിലെ തൊട്ട് ഇതാ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ രാവിലെ തൊട്ട് ആരൊക്കെ പുതുതായിട്ട് വരുന്ന ആളുകളെ പറഞ്ഞു വിടുക. ഈ മൈൻഡ് പോലും ചെയ്യാതെ പറഞ്ഞു വിടുക. പെണ്ണിന്റെ പെണ്ണിട്ട് ആര് വരുന്നോ അവിടെ നിന്ന് സംസാരിക്കുക. അതേ ഉള്ളൂ ഓപ്ഷൻ. കാരണം സിറ്റിയിൽ ഒരാൾ കാലുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വളയ്ക്കാൻ നിൽക്കുന്ന TVL അവന്മാരാണ്. മനസ്സിലായ? ഈ TVL 10-35 പേരുടെ കണ്ണില് പെടാതെ
ഒരു പെങ്കൊച്ച് പുറത്തിറങ്ങിയാലാണ് പുറത്തൊരാളായിട്ട് അവര് കമ്മിറ്റഡ് ആവുന്നത്. ഒരുത്തിനൊക്കെ 2 എണ്ണത്തിന് ഇടത്തും വലത്തും വെച്ചാണ് കൊണ്ടു നടക്കണത്. പിന്നെ എങ്ങനെ സിറ്റിയിൽ ബാക്കിയുള്ളവർക്ക് പെണ്ണ് കിട്ടുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു. ചാറ്റിൽ വെറുതെ ഇതാ വരുത്തോട്ടെ. ഇന്ന് നിങ്ങളൊരു കൊച്ചിനെ കണ്ണീര് കാണേണ്ട വരും. പക്ഷെ എന്റെ അടുത്ത് എടാ ഞാൻ കുറച്ച് റൂഡായിരിക്കുവേ. ഞാൻ വിളിക്കണം ഇപ്പോഴേ വിളിച്ചോ ഇങ്ങോട്ട് വിളിച്ചോ. ഇവന്റെ പോളാ ദർശൻ ഇതല്ലേ അത് ഒന്ന് വരുമോ? പറഞ്ഞോ കോച്ച്. ഈ പെണ്ണ് കിട്ടാത്ത ആളെ കൊണ്ട് വയസ്സാം കാലത്ത് കോച്ച് எனக்கு ஒன்னு சொல்லணும். ഇത് ഞാൻ സൊല്ലിയാവണം. അതാണോ? സീരിയസ്ലി എന്ത് ദർശനം എടുത്തോ? ദർശനം ഇല്ലല്ല. പിന്നെ இல்ல ஒரு பொண்ணு பார்த்தேன்டா. அவ கண்ணை பார்த்தேன். கண்ணை பார்த்து ஆனா அவ என் கூட இருக்கும்போது அவ்வளோ சில் பிரீஸ் இருக்குடா. அவ என்ன சொல்றது പേരെന്താ? இல்ல இப்போதைக்கு பேர் പറയില്ല. பேர் ஐல ஐ இருக்கு അത്രേ ഉള്ളൂ. ഐയിൽ ആരംഭിക്കോ? ഐയിൽ ആരംഭിക്കില്ല. ബട്ട് അത് വായിന്ന് വീണു പോയിട്ടോ ഓൾറെഡി. ഇല്ല വിഴുന്നിട്ടില്ല. സരളയാണാ? இல்லடா எவ்வளோ சரளால ஐ எங்கடா இருக்கு? സരള ഇല്ല. അയ്യോ ഗൈസ് അത് പറഞ്ഞപ്പോഴാ അവളുടെ അച്ഛൻ മരിച്ചു പോയാ. ഗൈസ് അവളുടെ അച്ഛൻ മരിച്ചുപോയി. ഇന്നാണ് മരിച്ചു. ഇന്നലെ രാത്രിയിലാന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി മരിച്ചുപോയി. അല്ല കോച്ച് ഞാനത് ഇവിടെ പറയാറുണ്ട്. ഓസി പറയായിരുന്നു സരളയുടെ അച്ഛൻ മരിച്ചുപോയി. ഓ അറിയാം പറഞ്ഞോണ്ടിരിക്കണം. അപ്പൊ ഒരാള് പോയതിന്റെ പുറകിൽ ഉടനെ അടുത്തത് വേണം. കഴപ്പല്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടില് കഴപ്പെന്ന് പറയാം. എനിക്ക് കൊച്ചുണ്ടല്ലോ കൊച്ചു എനിക്കൊക്കെ എന്റെ ഏറ്റവും ലാസ്റ്റിലത്തെ പ്രണയം എന്ന് പറഞ്ഞ സൂസൻ ആയിരുന്നു. അത് കഴിഞ്ഞ് എന്തോ 10 പേരുണ്ടല്ലോ ഇപ്പൊ. 10 പേരോ കോച്ച്? ഞാൻ ആ ഒരു ആത്മാർത്ഥ പ്രണയത്തിന് ശേഷം ഞാൻ ഇതുവരെ അങ്ങനെ വെളിയിൽ ഒരാളുടെ പോലും പോയിട്ടില്ല. മനസ്സിലായ? எனக்கு ஆத்மாந்த பிரணயம் இன்னும் வந்துല്ല. ഇതാ முதல்ல நினைக்கிறேன். മനസ്സിലായ? ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെ വളയ്ക്കുമ്പോഴും ഇങ്ങനെയല്ലേ പറയുന്നേ? ഹലോ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞോ. ഒരു മിനിറ്റ് ജോക്കി വിളിക്കുന്നു. എനിക്ക് ഇമ്പോർട്ടന്റ് അതാണ്. ഒരു സെക്കൻഡ്. ഹലോ എവിടാ മോനെ? ജോക്കി ബിസിനസിന്റെ തിരക്കിലുമാണോ? ജോക്കി ഇലക്ട്രീഷ്യനെ കാണാൻ വന്നപ്പോ പുള്ളി പ്ലംബറിന്റെ വേഷം ഇട്ടിട്ട് പുള്ളി അങ്ങോട്ട് പോയി. പുള്ളി ഇനി തിരിച്ചു വന്ന് ഇലക്ട്രീഷ്യന്റെ വേഷം തിരിച്ചിടുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. പുള്ളി ഇപ്പൊ എവിടെയാ പ്ലംബിംഗ് പഠിത്തം നടന്നുകൊണ്ടിരിക്കണം. ഇതെല്ലാം ഒറ്റ റോൾ ഒരാൾ തന്നെയാണ് ചെയ്യണേ. മോൻ മറ്റേ പടത്തിലൊന്നും അഭിനയിക്കാൻ പോയില്ലല്ലോ അല്ലേ? ഇല്ല പടത്തിലൊന്നും അഭിനയിക്കാൻ പോയില്ല. ശരിക്കുള്ള പ്ലംബർ ഇലക്ട്രീഷ്യൻ തന്നെ. അതെ. എപ്പോഴത്തേക്ക് ഫ്രീ ആവും? പുള്ളി മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആളാണ്. അല്ല നീ എപ്പോ ഫ്രീ ആവുന്ന ഞാൻ ചോദിച്ചത്. ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഫ്രീ ആവും. ഒരു 5 മിനിറ്റ് മാക്സിമം. പൈസ കൊടുക്കേണ്ട താമസം. വിളിക്കണം കേട്ടോ. ഞാൻ ഒരു പെണ്ണിനെ കണ്ടില്ല. മോബി ഒന്ന് പറഞ്ഞോട്ടെ. മോബി ഒന്ന് ഹലോ നിനക്ക് പ്രൈവസി നീ ബ്രഹ്മചാരി പറഞ്ഞിട്ട് പെണ്ണുങ്ങളുടെ ഇടക്കിടന്ന് വരവെന്നാളാ. ഇവിടെ ഇവന്റെ ലക്ഷ്മിക്കുട്ടിയുടെ പേരില് ബ്രഹ്മചാരി കിടന്ന് പൊളക്കണം. അതിന്റെ ഇടക്ക് കിടന്ന് പറഞ്ഞു. വാസുവിനെന്ത് എനിക്കെന്തൊരു ദേഷ്യം? കുട്ടിയല്ലേ ഇവിടെ ജോലിക്കും അതിനൊക്കെ വേണ്ടിട്ട് എല്ലാവരുടെ അടുത്തും പോയത്. ജോക്കിയൊക്കെ എടുത്ത് മുമ്പില് എന്നെ ഒരുമാതിരി നാണം കെടുത്തിയത് ആരാണ്? കുഞ്ഞാനാണോ?
ഞാൻ നാണം കെടുത്തില്ലല്ലോ. വളരെ എന്നെ ജോക്കിയോട് വിളിച്ചിട്ട് എന്നോട് പി താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ജോക്കി അങ്ങോട്ട് വിളിച്ച് ചോദിച്ചല്ലേ, അല്ലാതെ നീ പട്ടണിയാന്ന് പറഞ്ഞോണ്ടല്ലേ. അല്ല ബില്ല് വന്നിട്ട് പറഞ്ഞു ജോലിക്ക് പകല് മൊത്തം ലിപ്സ്റ്റിക് ഇട്ട് നടന്നിട്ട് വൈകുന്നേരം ആവുമ്പോ കപ്പലണ്ടി കച്ചവടം എന്ന് വരെ പറഞ്ഞിട്ടല്ലേ അങ്ങനെ നിന്നെ വിളിച്ചത്. മീൻ കച്ചവടം. അങ്ങനെ എന്തെങ്കിലും ഇതായി പോട്ടെ എന്ന് വിചാരിച്ചാണ് വിളിച്ചത്. അല്ലാതെ പുള്ളി അങ്ങനെ ഒരാളെ പി എ ആക്കത്തില്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ. അല്ല എന്നെ പി ആക്കുമല്ലോ അല്ലല്ലോ. പി എ ആക്കൂലായിരുന്നോ? അല്ല ആക്കൂല. ഞാൻ പറഞ്ഞത് എന്തായാലും ആക്കിയേനെ. ഞാൻ പക്ഷെ ഇനി പറയത്തില്ല, ഒരിക്കലും ഇനി ഞാൻ പറയത്തില്ല. ഇല്ല എനിക്ക് വാസവണ്ണന്റെ പി എ എനിക്ക് പി എ ഒന്നും വേണ്ട, എനിക്ക് എന്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കാൻ അറിയാം. എന്നാ വേണ്ട, എന്നാ എനിക്ക് പി എ വേണ്ട. പിന്നെ എന്താ വേണ്ടത്? എനിക്കെന്താ വേണ്ട. ആ അതൊക്കെ ആദ്യമേ പറഞ്ഞാ പോരെ, എന്ത് വളച്ചു കിട്ടണ എന്തിന്? കേൾക്കുമ്പോ ആൾക്കാർ വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. എനിക്ക് ജീവിക്കേണ്ടതല്ലേ ഇവിടെ. ജീവിക്കണം. ഇതിപ്പോ എവിടെ പോയാലും എല്ലാരും എന്റെ അടുത്ത് ഇങ്ങനെ, മോബി നീ ഇത് കേക്കണം കേട്ടാ മോബി. ഇപ്പൊ എനിക്ക് വേറൊരു പെങ്കൊച്ചിനോട് മിണ്ടാൻ പറ്റത്തില്ല, ഒരു ബിസിനസ് ഡീൽ സംസാരിക്കാൻ പറ്റത്തില്ല. മിസ്റ്റർ എക്സിൽ ഒരു മിസ്റ്റർ എക്സ് അതാര്? ഹലോ ഹലോ, കേക്കാം കേട്ടോ. അതാര്? ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. എടാ ഞാനിപ്പോ വേറെ കാര്യം പറയാം. നമുക്കൊരു ബിസിനസ് ഡീലായിട്ട് ഞാനൊരു പെണ്ണിന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്നെ കാണുമ്പോഴത്തേന് ഇങ്ങനെ തൊലിക്കും. അപ്പൊ ഞാൻ ചോദിക്കും എന്തു പറ്റി? ഞാൻ ഓർത്ത് നോർമലി ചിരിക്കണതാണോ? അല്ല റിലേഷൻഷിപ്പിലൊക്കെ ആയല്ലേ. അപ്പോഴെല്ലാണോ ഇത് തന്നെയാണ് കേട്ടോ, എല്ലാണോ ഇത് തന്നെ. എന്നാ നമുക്ക് എടാ ഇത് കേൾക്കുന്നോണ്ട് നമുക്ക് പ്രശ്നമില്ല. എന്നാ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷെ റിലേഷൻഷിപ്പിലാണെന്നുള്ള പേര് നാട് മൊത്തം. ജീവിക്കേണ്ട ഗതികേട് നമുക്കുണ്ടോ? ഇല്ല. ഇങ്ങനെ ചൂടാവണ്ട, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കല്ലോ. ഒരു മിനിറ്റ്. മറ്റുള്ളവളാണ് ഒഴിവാക്കണ്ട, അവളാണ് വിഷം. പിന്നെ ഈ വീഡിയോ കോൾ ബഗ്ഗാണ് ഇവിടെ. ഓരോരുത്തർ നടക്കുന്ന നിനക്ക് നന്നായിട്ട് അറിയാലോ, നീ വൈകിട്ട് കഥയൊക്കെ കാണിച്ച് വിളിക്കണതല്ലേ ഗീരി. വർഗീയല്ല. എടാ ഞാനൊരു അത്യാവശ്യം ബിസിനസ് ഡീലിൽ നിൽക്കുമായിരുന്നു. ഒരു 5 മിനിറ്റ് സമയം തരും എനിക്ക്. 5 മിനിറ്റ്. എന്തോടെ കേട്ടില്ല? അതാ പറഞ്ഞ 5 മിനിറ്റ് സമയം തന്നത്. 5 മിനിറ്റ്. നിന്റെ ബാഗൊക്കെ കഴിഞ്ഞാ? നിനക്ക് ബുദ്ധി ഇല്ലടാ. നിനക്ക് പാലത്തിന്റെ അടിയിലെന്ന് പറഞ്ഞ അവന്മാരിപ്പൊ കെട്ടിയിടുന്നാലും ഇങ്ങോട്ട് വരൂലേ? ഹലോ, എനിക്കിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പല കോളുകളും വരും. ഇതൊക്കെ എന്റെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളും കോളുകളും ഒക്കെയാണ്. എനിക്ക് അതൊക്കെയാണ് ഇമ്പോർട്ടൻസ്. മനസ്സിലായ? ചിലപ്പോ നിൽക്കുന്ന ഇപ്പൊ ജോക്കി വിളിക്കും, എനിക്കപ്പൊ അങ്ങോട്ട് പോകേണ്ടി വരും. ചിലപ്പോ നിൽക്കുന്ന ഇപ്പൊ എന്റെ ബോബോയ് വിളിക്കും. എന്ത് പറഞ്ഞു കഴിഞ്ഞു? ആരോടാ ജോക്കി വിളിക്കുന്നു? 1 മിനിറ്റ്, കുറച്ചു നേരം. ഹലോ, എടാ എവിടാ ജോക്കി? ഞാൻ അവിടുന്ന് കാശ് വരുന്ന വഴിക്ക് നമ്മളെ ബോബോയ്ക്ക് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞ്, അപ്പൊ ബോബോയുടെ അടുത്തോട്ട് പൊക്കോണ്ടിരിക്കുക. ബോബോയുടെ അടുത്തോട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ട് വന്നാൽ മതിയോ അതോ ജോക്കിയുടെ അടുത്തോട്ട് വന്ന് വിളിച്ചോണ്ട് വന്ന് ബോബോയുടെ കൂടെ ഒരുമിച്ചിട്ട് സംസാരിച്ചിട്ട് നമ്മൾ മറ്റേ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് സംസാരിച്ച് ഡീൽ ചെയ്ത് പോകണോ? അല്ലല്ല, ഒരു ബോബോയെ കണ്ടിട്ട് വരാന്നോ? ബോബോയ് എവിടെയാണെന്ന് റേഡിയോ ചോദിക്കണം. ചോദിക്ക്. ഒരു മിനിറ്റ്. ബോബോയ് എവിടെയാ നിക്കുന്നേ?
പലേറ്റ പാലം. ഓക്കെ, എന്നാ ഞാൻ പലേറ്റ പാലത്തിന്റെ അവിടെ വരാം. ആ ശരി 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 ഓക്കെ ഓക്കെ രണ്ട് മണ്ടന്മാരാട്ടാ, രണ്ടുപേരും വിളിക്കൂല. ബ്രഹ്മചാരി. ആ, നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ജോക്കിയാണ്. ആ, ജോക്കി വീണ്ടും കോൾ വിളിച്ചതാണ്. എനിക്ക് ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. കുട്ടി, എന്റെ ജീവിതം ഇങ്ങനെയാണ്, മനസ്സിലായ? ഞാൻ ഇങ്ങനെയാണ് പണ്ട് തൊട്ടേ ജീവിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും ആക്സെപ്റ്റ് ചെയ്ത് എന്റെ കൂടെ ജീവിക്കാൻ ഒരാൾക്കും പറ്റത്തില്ലായിരുന്നു, മനസ്സിലായി? അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പോഴും സിംഗിൾ ആയിട്ട് നടക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഇവന്മാരൊക്കെ ഇങ്ങനെ നോക്കി നടത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ഞാൻ ബിസി ആൻഡ് എൻഗേജഡ് ആണ്. എനിക്ക് എന്റെ ഗ്യാങ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി, എന്റെ ബിസിനസ് ആണ് എന്റെ സെക്കൻഡ് പ്രയോറിറ്റി, അതിന്റെ എല്ലാം മുകളിൽ എനിക്ക് ജോക്കിയാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അതെ, ഓക്കെ അണ്ണാ. ഓക്കെ, അതിന്റെ ഉണ്ട് കണ്ണന്. അത് കഴിയുമ്പോ ഈ ഫ്രണ്ട് ഇവിടെ വീട്ടിൽ വരും. ഏത് ഫ്രണ്ട്? അല്ല ഏത് ഫ്രണ്ട്? അപ്പൊ ഞാൻ ഫ്രണ്ട് ഇല്ല. ഓ അങ്ങനെ. ആ, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ആദ്യം ജോക്കി, അല്ല ആദ്യം ജീവിയെ, അത് കഴിഞ്ഞ ജോക്കി, അത് കഴിഞ്ഞ എന്റെ പിള്ളേര്, അത് ബിസിനസ്. അത് എന്റെ ബിസിനസ്. അത് കഴിഞ്ഞ എനിക്ക് എന്റെ മീനുകുട്ടിയാണ് വലുത്. അതെ അതും കഴിഞ്ഞിട്ടുള്ള എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ. അതെ അതെ അതെ. ആരോട് ഫ്രണ്ട്? എന്താ കേട്ടില്ല? ഒന്നുമില്ല, ഞാനൊരു ഗദ്ഗതം പറഞ്ഞു. ആ, ഓക്കെ. പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയട്ടെ. നമുക്ക് എന്തെങ്കിലും പറയുന്ന സമയത്തുണ്ടല്ലോ, മറ്റേ കാലൊക്കെ ഇട്ട് വരച്ച് ചീണിങ്, അത് പിന്നെ എനിക്കത് കേൾക്കുമ്പോഴേ ചെകുത്തുകൾ വരും. എന്തേലും ഉണ്ടെങ്കിൽ നേരെ നോക്കി പറയണം. അത് അങ്ങനത്തെ ആൾക്കാരാണ് എനിക്ക് ഇഷ്ടം, മനസ്സിലായ? അതെ, എനിക്ക് അങ്ങനത്തെ ആൾക്കാരാണ് ഇഷ്ടം. അല്ലാതെ ഈ പറയണത് പോലെ ഇങ്ങനെ വളഞ്ഞ് മൂക്കെ പിടിച്ച് ഇങ്ങനെ എഴയണ ആൾക്കാരെ ഒന്നും എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ താല്പര്യമില്ല. വണ്ടി റെഡി അല്ലേ? അങ്ങനല്ല, ഞാൻ മൊത്തത്തിൽ എല്ലാരും ഉദ്ദേശിച്ചാ പറഞ്ഞത്. ഞാൻ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാറുള്ളൂ, ഞാൻ അങ്ങനത്തെ ആൾക്കാരെ ഇടപഴകാറുള്ളൂ. അങ്ങനെയാണ് എല്ലായിടത്തും. ഇപ്പൊ എക്സാമ്പിൾ കാണിച്ചു തരാം. എടാ ബസ് പോയി ചോറ് കഴിച്ചോടാ. ഇല്ല, കണ്ടോ? സ്ട്രേറ്റ് ഫോർവേഡ് മറുപടി. ഞാൻ ഫുഡ് കഴിച്ചടാ. എന്നോട് ചോദിച്ചിട്ടില്ല. അല്ലേ നീ ഇങ്ങോട്ട് വന്നേടാ. പറഞ്ഞല്ലോ നമ്മള് മറ്റവളെ അതിന്റെ ഇടയ്ക്ക് കൂടെ ഗോൾ അടിക്കണ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. എനിക്ക് അവളെ ഒട്ടും അവളെ എനിക്ക് ഒട്ടും അങ്ങോട്ട് പിടിക്കണല്ല. എനിക്ക് നമ്മളെങ്ങനെങ്കിലും ഓരോന്നൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴേ ഹലോ ബ്രഹ്മചാരി എടാ അതിനെ കൊന്നു. ഞാനല്ല കോച്ചാണ്. കോച്ച് നിങ്ങക്ക് എന്താ കോച്ച്? ഹലോ ഹലോ ഹലോ, ആരാണ്? കണ്ണൻ സ്രാങ്ക്. കണ്ണൻ സ്രാങ്കോ? ആ, എന്താ കണ്ണൻ സ്രാങ്ക്? നിങ്ങള് നാട്ടിലുണ്ടോ? ഇവിടെ നാട്ടിലുണ്ടോന്നോ? സിറ്റിയിലുണ്ടോ? ആരാ പിന്നെ സംസാരിക്കുന്നേ? അതല്ല, ഇവിടെ ഈ സിറ്റി മുതുക്ക് സിറ്റിയിലെ മുതുക് സിറ്റിയിലില്ല. എന്റെ മകളെ നിങ്ങള് പ്രപ്പോസ് ചെയ്തെന്നൊക്കെ ഞാൻ കേട്ടപ്പോ നിങ്ങളൊന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു അർജന്റ് സിറ്റുവേഷനിലാണ്. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് മേലോട്ട് കൊണ്ട് തന്നേടാ. എന്റെ மேலே
ഈടി ഈടി. ഞങ്ങള്